ഹായ്, ഗുഡ് ഈവനിങ് ഓൾ. മിഡ് ക്യാപ് ഡോക്ടറിൻ്റെ പോസ്റ്റ് മാർക്കറ്റിൻ്റെ പ്രീ മാർക്കറ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നിങ്ങളെല്ലാവരും ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ് എന്താണ് എൻ്റെ ലോജിക്ക് എന്നറിയാൻ വേണ്ടി എന്ന് എനിക്കറിയാം. വലിയ സംഭവങ്ങളൊന്നുമില്ല, പക്ഷേങ്കിൽ സ്ഥിരമായി നിങ്ങൾ ചാർട്ടുകളെ കാണുകയും ചാർട്ടുകളോട് കൂടെ സഞ്ചരിക്കുകയും ചെയ്യുന്ന ആളാണെന്നുണ്ടെങ്കിൽ അത് പെട്ടെന്ന് നിങ്ങൾക്ക് മനസ്സിലാകും. എന്തായാലും വഴിയേ പറയാം. ഓക്കെ, അപ്പം നമുക്ക് ഇന്നത്തെ പോസ്റ്റ് മാർക്കറ്റ് ഒന്ന് നോക്കാം. ഇന്നെന്താ സംഭവിച്ചേ? മാർക്കറ്റ് ഓണാക്കിയില്ല, ഒരു മിനിറ്റ്. ഓക്കെ, മാർക്കറ്റ് എന്ത് ചെയ്തു? അപ്രതീക്ഷിതമായിട്ട് ഇന്ന് ഗ്യാപ്പ് ഡൗണിലാണ് ഓപ്പൺ ചെയ്തത്. ഇന്ന് ഗിഫ്റ്റ് നിഫ്റ്റി ഗ്യാപ്പ് അപ്പാണ് കാണിച്ചത്. ലാസ്റ്റ് മൊമെൻറ്റിൽ ഫ്ലാറ്റും ഗ്യാപ്പ് അപ്പാണ് ഗിഫ്റ്റ് നിഫ്റ്റി കാണിച്ചത്. പക്ഷേ അതിന് ഘടകവിരുദ്ധമായിട്ട് 100 പോയിൻ്റ് ഗ്യാപ്പ് ഡൗണിലാണ് ഇന്ന് നിഫ്റ്റി ഓപ്പൺ ചെയ്തത്. അപ്പം തന്നെ എല്ലാവരുടെയും ഗ്യാസ് പോയി. ഓക്കെ ഇല്ലേ? അത് കണ്ടപ്പോൾ തന്നെ എല്ലാവരുടെയും ഗ്യാസ് പോയി. കാരണം എന്താണ്, മാർക്കറ്റ് എല്ലാവരും ഗ്യാപ്പ് അപ്പോൾ ഒരു ബുള്ളിഷ് മൊമെൻ്റാണ് പ്രതീക്ഷിച്ചത്. ഞാനും അങ്ങനെ തന്നെയാണ് പ്രതീക്ഷിച്ചത്. ഞാൻ ഇന്നലത്തെ പ്രീ മാർക്കറ്റിൽ പറഞ്ഞിരുന്നു, ഇന്നലത്തെ വീക്കിൽ അനുസരിച്ച് ഞാൻ പറഞ്ഞിരുന്നു മാർക്കറ്റ് മുകളിലോട്ട് പോകാനുള്ള സാധ്യത ഉണ്ടെന്ന്. ഓക്കെ, മാർക്കറ്റിൽ ഒരു ബുള്ളിഷ് സെറ്റപ്പിന് ഉള്ള ചാൻസ് ഉണ്ടെന്നാണ് ഞാൻ 100% വിശ്വസിച്ചിരുന്നതും അങ്ങനെയാണ് പറഞ്ഞിരുന്നത്, നിങ്ങളോടും പറഞ്ഞിരുന്നു അല്ലേ? അപ്പം ഇതിനകത്ത് ഒരു ചതി നിങ്ങൾ മനസ്സിലാക്കണം. ഇങ്ങനെയുള്ള ചതികൾ പലപ്പോഴും ഞാൻ കണ്ടിട്ടുണ്ട്. അതുകൊണ്ടാണ് ഈ ചതിയിൽ ഞാൻ വീണ് പോകാതിരുന്നതിൻ്റെ മെയിൻ സംഭവം ഇത് തന്നെയാണ്. അത് എക്സ്പീരിയൻസ് കൊണ്ട് മനസ്സിലാക്കുന്നത് നമ്മൾ. അപ്പം മാർക്കറ്റ് ഇവിടുന്ന് ഒരു ഗ്യാപ്പ് ഡൗൺ, ഓക്കെ, ഇവിടുന്ന് ഒരു ഗ്യാപ്പ് ഡൗൺ കിട്ടി അല്ലേ? അതിനുശേഷം മാർക്കറ്റ് ഭയങ്കരമായിട്ട് താഴോട്ട് മാർക്കറ്റ് വന്നു ഇല്ലേ? താഴോട്ട് അങ്ങ് സെല്ലിംഗ് പ്രഷർ. അതായത് ഓൾറെഡി 100 പോയിൻ്റ് ഗ്യാപ്പ് ഡൗൺ. അതിനുശേഷം ഇവിടുന്ന് ഏകദേശം എത്ര പോയിൻ്റ് നമുക്ക് നടന്നു നോക്കാം. ഒരു സെക്കൻഡ്, നമുക്ക് നടന്നു നോക്കാമല്ലോ എന്തുമാത്രം വീണെന്നുള്ളവർ. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ എത്രയാണ്? ഇവിടെ നോക്കിയാൽ ഏകദേശം 100 പോയിൻ്റ്. ഓക്കെ, 100 പോയിൻറ്റിൻ്റെ ഗ്യാപ്പ് ഡൗൺ, 100 പോയിൻറ്റിൻ്റെ ഒറ്റ ക്യാൻഡിൽ 100 പോയിൻറ്റ്. ഓക്കെ, അത് ഡിലീറ്റ് ചെയ്ത് കളയാം. അപ്പോൾ നമ്മൾ നോക്കിക്കേ, നിങ്ങൾ ഇച്ചിരി ക്ഷമ കാണിക്കണം. ഓക്കെ, അപ്പോൾ ഓൾറെഡി 100 പോയിൻറ്റ് ഗ്യാപ്പ് ഡൗൺ. ഓക്കെ, 100 പോയിൻറ്റ് ഗ്യാപ്പ് ഡൗൺ. അതിനുശേഷം ഒറ്റ ക്യാൻഡിലെ തന്നെ അടുത്ത 100 പോയിൻറ്റ്, മൊത്തം 200 പോയിൻറ്റ് ആദ്യത്തെ 5 മിനിറ്റ് കൊണ്ട് മാർക്കറ്റിൽ സംഭവിച്ചു കഴിഞ്ഞു. 100 പോയിൻ്റ് ഗ്യാപ്പ് ഡൗൺ, പിന്നെ 100 പോയിൻ്റ് ഈ ക്യാൻഡിലേൽ. ഓക്കെ, ഇനി അപ്പോൾ നിങ്ങളിൽ പലരും ഓക്കെ ഗ്യാപ്പ് ഡൗൺ ആണ്, ഹ്യൂജ് ഗ്യാപ്പ് ഡൗൺ വന്നു, വീണ്ടും മാർക്കറ്റ് പൊട്ടി താഴോട്ട് വീഴുന്നു എന്ന് കണ്ടപ്പം നിങ്ങളിൽ പലരും, അല്ലെങ്കിൽ കുറച്ച് പേരെങ്കിലും ഓക്കെ ഇനി ഒന്നും നോക്കാനില്ല, മാർക്കറ്റ് പൊട്ടി 22,800 പൊട്ടി, 22,774 പൊട്ടി വീഴുന്നു, ഉള്ള പി നേരത്തെ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ 10 പൈസ കിട്ടുമെന്ന് വിചാരിച്ച് നിങ്ങൾ ഇവിടം പൊട്ടിയപ്പോൾ തന്നെ നിങ്ങൾ പി എടുത്ത് കാണും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ചിലരെങ്കിലും ഓക്കെ, ഇവിടം പൊട്ടിയപ്പോൾ തന്നെ നിങ്ങൾ പി എടുത്തു. പിന്നെ മാർക്കറ്റ് താഴോട്ട് പോകുന്നു, ഇനിയിപ്പോൾ ഒന്നും നോക്കാനുള്ള, മാർക്കറ്റ് നേരെ താഴോട്ട് പൊട്ടി തകർന്ന് താഴോട്ട് വരും എന്ന് നിങ്ങൾ ധരിച്ചു. ഈ ഒരു ധാരണ നിങ്ങൾക്ക് വരണം എന്ന് തന്നെയാണ് അവരും ആഗ്രഹിച്ചത്. ആര് ഓപ്പറേറ്റേഴ്സ് അല്ലെങ്കിൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് അല്ലെ വലിയ ടീമുകൾ. ഇത് തന്നെയാണ് നിങ്ങളുടെ മനസ്സിൽ ഇങ്ങനൊരു ചിന്ത വരുത്തണം എന്ന ഒരു ആഗ്രഹമായിരുന്നു അവർക്കുള്ളത്. അതുപോലെ തന്നെ സംഭവിച്ചു, നിങ്ങൾ ട്രാപ്പിൽപ്പെട്ടു. അത് ഇത്രയും ഗ്യാപ്പ് ഡൗൺ വന്നു, അതിനുശേഷം 100 പോയിൻ്റ് നേരെ നിങ്ങളെല്ലാവരും ഓണി നടന്ന് പി എടുത്തു ഇല്ലേ? 5 മിനിറ്റ്. ഇതിനുകൊണ്ടാണ് ഞാൻ പറയുന്നത്, മാർക്കറ്റിൽ നിങ്ങൾ ഒരു 5-10 മിനിറ്റിൻ്റെ സാവകാശം കാണിക്കണം എന്ന് പറയുന്നതിൻ്റെ അടിസ്ഥാനത്തിന് ഏറ്റവും വലിയ ഉദാഹരണമാണ് ഇന്ന് ഈ കണ്ട സംഭവം. ഓക്കെ, അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, എപ്പോഴും നിങ്ങൾ 5-10 മിനിറ്റ് ക്യാൻഡിൽ വെയിറ്റ് ചെയ്ത് മാർക്കറ്റ് എവിടെ സസ്റ്റെയിൻ ചെയ്യുന്നു എന്ന് നോക്കിയിട്ട് മാത്രം ട്രേഡ് എടുക്കണം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം ഇവിടെ നിന്ന് സംഭവിച്ചു, അപ്പം നിങ്ങൾ ചാടി കയറി പി എടുത്തു. ഓക്കെ, അതിനുശേഷം മാർക്കറ്റ് നേരെ വന്നതിന് ശേഷം ഇവിടുന്ന് നേരെ വന്ന വഴി തന്നെ നേരെ തിരിച്ചുപോയി. ഓക്കെ, നേരെ വന്ന വഴി തന്നെ തിരിച്ചുപോയി. അപ്പം വേണ്ട, അത് ഞാൻ എടുത്ത ട്രേഡിനെ പറ്റി ഞാൻ പറയുന്നില്ല, അത് വിട്ടേരെ.
അപ്പം അതിനുശേഷം മാർക്കറ്റ് നേരെ തിരിച്ച് വന്ന് കയറി ഇവിടെ ക്ലോസ് ചെയ്തു ആദ്യത്തെ 5 മിനിറ്റ്സ് ഇല്ലേ. ഇപ്പോഴും നിങ്ങൾ പ്രതീക്ഷിച്ചു മാർക്കറ്റ് എല്ലാം വീണ്ടും തിരിച്ച് താഴോട്ട് തന്നെ വരും, കാരണം ഇവിടെ റെഡ് ക്ലോസിംഗ് ആണ്, മാർക്കറ്റ് തിരിച്ച് താഴോട്ട് വരും എന്നുള്ള പ്രതീക്ഷയായി. അടുത്ത ക്യാൻഡിൽ നേരെ ഒരു 60 പോയിൻ്റ് നേരെ മാർക്കറ്റ് ഒരു ഗ്രീൻ ക്യാൻഡിൽ വീണു. ഇതിനകത്തിലെ ലോജിക്ക് ഇനി ഞാൻ പറയാൻ പോവാം. എന്താണ് ലോജിക്ക്? ഒന്ന് ഞാൻ പറഞ്ഞു, നിങ്ങൾക്ക് ബിഗ് പ്ലെയേഴ്സിന് അല്ലെങ്കിൽ ഓപ്പറേറ്റേഴ്സിന് ഇങ്ങനെ ചിന്തിക്കും, മാർക്കറ്റ് പൊട്ടി വീഴണം എന്നൊരു ചിന്താഗതി നിങ്ങളുടെ മനസ്സിൽ കൊണ്ടുവരണം എന്നുള്ളൊരാഗ്രഹം അതിനുവേണ്ടി അവർ മാർക്കറ്റിനെ ഫോഴ്സ്ഫുള്ളി താഴോട്ട് കൊണ്ടുവന്നു. ഓക്കെ, അതിൽ അവർ വിജയിച്ചു. നിങ്ങൾ ഇവിടെ നിന്ന് പലരും പി എടുത്തു, അതിന് നിങ്ങളുടെ സ്റ്റോപ്പ് ലോസ് അടിച്ചു. ഇനി രണ്ടാമത്തെ ലോജിക്ക് ഞാൻ പറയാം എന്താണെന്ന്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, മാർക്കറ്റ് ഇവിടുന്ന് 100 പോയിൻ്റ് ഗ്യാപ്പ് ഡൗൺ, അതിനുശേഷം മാർക്കറ്റ് ഇത്രയും നേരെ താഴോട്ട് വന്നു. ഓക്കെ, താഴോട്ട് വന്നതിന് ശേഷം മാർക്കറ്റ് നേരെ തിരിച്ചുപോയി ഈ ഒരു 60% എബോവിൽ ക്ലോസ് ചെയ്തു ഇല്ലേ. ഇതിപ്പോൾ നമ്മൾ 100% കണക്കാക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു 60% എബോവിൽ റിട്ടേൺ പോയി മാർക്കറ്റ് ക്ലോസ് ചെയ്തു. അതിനുശേഷം വീണ്ടും ഒരു ഗ്രീൻ ക്യാൻഡിൽ ഒരു 10-60 പോയിൻ്റ് അപ്പിൽ മാർക്കറ്റ് വീണ്ടും ഗ്രീൻ ക്യാൻഡിൽ ക്ലോസ് ചെയ്തു. അടുത്ത ക്യാൻഡിലും ഗ്രീൻ ആയിരുന്നു, ഇവിടം വരെ വന്ന് ഗ്രീൻ ആയിരുന്നു. ഇപ്പം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, ഇത്രയും താഴെ വീണ മാർക്കറ്റിനെ തിരിച്ച് ഇത്രയും കയറ്റിക്കൊണ്ട് പോകണമെന്നുണ്ടെങ്കിൽ, അതായത് 200 പോയിൻ്റ് താഴെ വന്ന മാർക്കറ്റിനെ ഏകദേശം 200 പോയിൻറ്റിൽ 150 പോയിൻ്റ് തിരിച്ച് കയറ്റണം എന്ന് തിരിച്ചിവിടെ കയറിയെങ്കിൽ നിങ്ങൾ അതിൻ്റെ പിന്നിലെ ലോജിക്ക് ഒന്ന് ആലോചിച്ച് നോക്കിയേ. എന്താണ് സംഭവം? മാർക്കറ്റിനെ താഴോട്ട് കൊണ്ടുപോകാൻ സമ്മതിക്കത്തില്ല, ഇവിടെ ഒരു വലിയ ബൈയിങ് പ്രഷർ വന്നു എന്ന് വേണം നമ്മൾ അനുമാനിക്കാൻ. മനസ്സിലായി ഞാൻ പറഞ്ഞത്? അതായത് മാർക്കറ്റിനെ ഇത്രയും ഫോഴ്സ്ഫുള്ളി താഴോട്ട് കൊണ്ടുവന്നിട്ടും മാർക്കറ്റിനെ താഴോട്ട് കൊണ്ടുപോകാതെ തിരിച്ച് കയറ്റിയെങ്കിൽ 200 പോയിൻ്റ് വീണത്, 200 പോയിൻ്റ് എന്ന് പറഞ്ഞാൽ നിഫ്റ്റിയിൽ വെരി ഹ്യൂജ് ആണ്. ഈ 200 പോയിൻ്റ് വീണതിൽ 150 പോയിൻറ്റും തിരിച്ച് കയറ്റണമെങ്കിൽ അതിന് പിന്നിൽ ലോജിക്ക് എന്താ? മാർക്കറ്റ് താഴോട്ട് പോകാൻ കൂട്ടാക്കത്തില്ല, മാർക്കറ്റ് മുകളിലോട്ട് തന്നെ അല്ലെങ്കിൽ കൺസോൾട്ടേഷൻ ആയിരിക്കും എന്ന് നമ്മൾ അനുമാനിക്കണമായിരുന്നു. ആ അനുമാനത്തിലാണ് ഞാൻ ട്രേഡ് എടുത്തത്. ഓക്കെ, മനസ്സിലായല്ലോ ലോജിക്ക്? ഓക്കെ, ഒന്നുകൂടെ ഞാൻ പറയാം. ഇത്രയും താഴെ വീണ മാർക്കറ്റ് ഇതുപോലെ തന്നെ റിവേഴ്സൽ വരണമെന്നുണ്ടെങ്കിലും അടുത്ത ഗ്രീൻ ക്യാൻഡിൽ പിന്നെയും ഇത്രയും മാർക്കറ്റിനെ മുകളിൽ കൊണ്ടുപോകണമെങ്കിൽ ഇവിടെ കുറേ ബയേഴ്സ് മാർക്കറ്റിനെ താങ്ങി നിർത്താൻ വേണ്ടി ഇവിടെ ഉണ്ട്, കുറേ ബയേഴ്സ്. മനസ്സിലായി പറഞ്ഞേ? അതായത് ഇവർ മാർക്കറ്റിനെ ഇനിയും ഒരു ക്രമാതീതമായിട്ട് താഴോട്ട് കൊണ്ടുപോകാൻ സമ്മതിക്കത്തില്ല എന്നുള്ള ധാരണയിൽ കുറേ ആൾക്കാർ, കുറേ ബയേഴ്സ് ഇവിടെ ആക്റ്റീവാണ്. അവരാണ് മാർക്കറ്റിനെ തിരിച്ച് മേലോട്ട് കൊണ്ടുപോയത്. ഓക്കെ, ഞാൻ പറഞ്ഞ കാര്യം ക്ലിയർ ആയെന്ന് മനസ്സിലായി. ഇവിടെയാണ് യുക്തി. ഞാൻ പറഞ്ഞ യുക്തിയുടെ കാര്യം ഇവിടെയാണ്. ഓക്കെ, ബുദ്ധി നമ്മൾ ചിന്തിച്ചു കഴിഞ്ഞാൽ എന്താണ്? ഇവിടെ ഗ്യാപ്പ് ഡൗൺ വന്നു, ഇത്രയും മാർക്കറ്റ് താഴെ പോയി, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ മാർക്കറ്റ് പൊട്ടി വീഴുമെന്ന് ബുദ്ധി പറഞ്ഞു. കാരണം ഇത്രയും നല്ല ഗ്യാപ്പ് ഡൗൺ സ്ട്രോങ് ക്യാൻഡിൽ വീണു. അങ്ങനെയാണെങ്കിൽ ബുദ്ധി പറഞ്ഞ മാർക്കറ്റ് നേരെ താഴോട്ട് പോകാനുള്ള സാധ്യത ഉണ്ട്. അത് മാത്രമല്ല, അല്ലെങ്കിൽ തന്നെ ഫസ്റ്റ് 5 മിനിറ്റ്സ് ക്യാൻഡിൽ ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ റെഡിലാണ് ക്ലോസ് ചെയ്തത്, അതുകൊണ്ട് മാർക്കറ്റ് താഴോട്ട് പോകാനുള്ള സാധ്യത ഉണ്ടെന്ന് ബുദ്ധി പറഞ്ഞു. പക്ഷേ യുക്തിയിൽ നമ്മൾ ചിന്തിച്ചു കഴിഞ്ഞാൽ, നമ്മൾ കുറച്ച് വിവേകമായിട്ട് ചിന്തിച്ചു കഴിഞ്ഞാൽ ഇത്രയും മാർക്കറ്റ് റിവേഴ്സ് പോയി അടുത്തൊരു ക്യാൻഡിലൂടെ വെയിറ്റ് ചെയ്തു, അത് ഗ്രീൻ ക്യാൻഡിലാണെന്നുണ്ടെങ്കിൽ മാർക്കറ്റ് തിരിച്ച് മുകളിലോട്ട് പോകാനുള്ള സാധ്യത ഉണ്ട് എന്ന് നമ്മൾ യുക്തിപൂർവ്വം മനസ്സിലാക്കണമായിരുന്നു എന്ന് ഞാൻ എൻ്റെ മാത്രം അഭിപ്രായമാണ്. ദൈവത്തെ ഓർത്ത് ഇതെടുത്ത് വലിച്ചഴിച്ച് അവസാനം വിവാദമൊന്നും ആക്കല്ലേ. ഞാൻ എൻ്റെ ഒരു ലോജിക്ക് വെച്ച് എൻ്റെ മനസ്സിന് അഭികാമ്യമെന്ന് തോന്നിയ രീതിയിൽ നിങ്ങളോട് ഞാൻ പങ്കുവച്ചതേ ഉള്ളൂ. നിങ്ങൾക്ക് വേണ്ടവർക്ക് എടുക്കാം, വേണ്ടാത്തവർക്ക് തിരസ്കരിക്കാം. ഓക്കെ, ഇതെന്തായാലും നിങ്ങൾക്കൊരു ലെസൺ ആയിക്കോണം, അത്ര മാത്രമേ ഉള്ളൂ. ഒരു പാഠം ആയിരിക്കണം ട്രേഡിംഗ് ലൈഫിൽ, അത്രേ ഉള്ളൂ. ഓക്കെ, അതിനുശേഷം മാർക്കറ്റ് വീണ്ടും തിരിച്ച് താഴോട്ട് വന്നു. നോക്കിക്കേ, മാർക്കറ്റ് വീണ്ടും തിരിച്ച് താഴോട്ട് പതുക്കെ. ഇവിടെയൊക്കെ വരുമ്പോഴും നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിക്കേ, ഇവിടെ എല്ലാം ഓരോ റെഡ് ക്യാൻഡിൽ വീഴുമ്പോൾ റിജക്ഷനാണ് ഇല്ലേ. ഈ ക്യാൻഡിലിന് റിജക്ഷൻ വന്നു, ഈ ക്യാൻഡിൽ ഇവിടെ വന്ന് കറക്റ്റ് നമ്മുടെ ലൈനിൽ സപ്പോർട്ട് എടുത്ത് നിന്നു. അടുത്ത ക്യാൻഡിൽ ഡോജി ആണെങ്കിലും നമ്മുടെ ലൈനിൽ സപ്പോർട്ടാണ്. അടുത്ത ക്യാൻഡിൽ അതിൻ്റെ മുകളിൽ സസ്റ്റെയിൻ ചെയ്തു ഇല്ലേ. അപ്പോൾ ഇവിടെ ഈ ലൈന് ഒരു ഇമ്പോർട്ടൻ്റ് ലൈനാണ്. ഇവിടെ മാർക്കറ്റ് സസ്റ്റെയിൻ ചെയ്യുന്നുണ്ട് എന്ന് നമുക്ക് ഏറെക്കുറെ ബോധ്യമായി. ഓക്കെ, അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇവിടെ നിന്ന് അപ്വേർഡ് റാലിക്ക് കിട്ടാനുള്ള സാധ്യത നമുക്കുണ്ട് എന്ന അടിസ്ഥാനത്തിലാണ് ഞാൻ പറഞ്ഞത്. നിങ്ങൾക്ക് ഇവിടെ നിന്നൊരു ട്രേഡ് നോക്കാം. ഇന്നത്തെ ലോ എസ് എൽ ഇല്ലേ, ഇന്നത്തെ ലോ എസ് എൽ ഇട്ടുകൊണ്ട് നമുക്കിവിടെ
ഇവിടുന്ന് ഒരു ട്രേഡ് നോക്കാമെന്ന് ഞാൻ പറയും. മാർക്കറ്റ് ഇവിടെ ഇത്ര റിവേഴ്സൽ ഇവിടെ വന്ന് ഇവിടെ അല്ല ഞാൻ പറഞ്ഞപ്പോൾ ഇവിടെ ഞാൻ പറഞ്ഞത് അല്ലേ, റിവേഴ്സൽ വന്നപ്പോൾ ഇവിടെ നിങ്ങൾക്ക് ഇവിടുന്ന് ഒരു ട്രേഡിനെ പറ്റി ചിന്തിക്കാം എന്ന് ഞാൻ പറഞ്ഞു. ഓക്കെ, അതിനുശേഷം മാർക്കറ്റ് നേരെ മാന്യമായിട്ട് മുകളിലോട്ട് പോയി. നിങ്ങൾക്ക് മാന്യമായ പ്രോഫിറ്റ്, വെരി മാന്യം എന്നല്ല, വെരി മാന്യമായിട്ടുള്ള പ്രോഫിറ്റ് കിട്ടി. ഞാൻ പറഞ്ഞു ഇതോടുകൂടെ പരിപാടി അവസാനിപ്പിച്ചേക്കാം എന്ന് പറഞ്ഞ് എല്ലാവരെയും ഞാൻ പറഞ്ഞു വിട്ടു ഇല്ലേ, എല്ലാവരെയും പറഞ്ഞു വിട്ടു. ഓക്കെ, ഇവിടെ ആരെങ്കിലും ട്രേഡ് എടുത്തിട്ടുണ്ടോ? ഇത് നമ്മുടെ ഇതിനകത്തിട്ടില്ല. അതായത് ഓരോരുത്തരുടെ റിസ്ക് മാനേജ്മെൻറ്റിനനുസരിച്ച് തീരുമാനിക്കുന്ന ട്രേഡാണ് ഇവിടെ. ഇത് വിട്ടേരെ നമ്മുടെ ട്രേഡ് ഇവിടെ മാത്രമേ ഉള്ളായിരുന്നു. മാന്യമായ പ്രോഫിറ്റ് നിങ്ങൾക്ക് കിട്ടി. ഞാൻ പറഞ്ഞു ഇതോടുകൂടെ നിങ്ങൾ അവസാനിപ്പിച്ച് വീട്ടിൽ പോകണം, പരിപാടി നിർത്തിയേക്കണം എന്ന് പറഞ്ഞു. അങ്ങനെ പലരും അനുസരിച്ച്. ഇന്നത്തെ പോൾ കണ്ടാൽ എനിക്ക് മനസ്സിലാവും എല്ലാവരും നല്ലപോലെ പ്രോഫിറ്റ് ഉണ്ടാക്കിയിട്ടുണ്ട്. അതിനുശേഷം മാർക്കറ്റ് നോക്കിക്കുക, മാർക്കറ്റ് പിന്നെ എങ്ങോട്ട് പോയി? ഒരു കൺസോൾട്ടേഷൻ ആയിരുന്നു. കൺസോൾട്ടേഷൻ അല്ല, താഴോട്ട് വരുന്നു മേലോട്ട് പോകും, താഴോട്ട് വരുന്നു മേലോട്ട് പോകും, താഴോട്ട് വരുന്നു മേലോട്ട് പോകും. ഇങ്ങനെ നമുക്കൊരു ട്രേഡ് ഓപ്പർച്യൂണിറ്റി ഇല്ല. ഉണ്ടെങ്കിൽ തന്നെ ചെറിയ സ്കാൽപ്പിങ്ങിനുള്ള ഓപ്പർച്യൂണിറ്റികൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അവസാനം മാർക്കറ്റ് എന്ത് ചെയ്തു? മാർക്കറ്റ് മുകളിലോട്ട് പോയി. നമ്മളുടെ 22,963 പറഞ്ഞ വരച്ച വരയിൽ തന്നെ, നമ്മുടെ ലൈനിൽ തന്നെ മാർക്കറ്റ് ക്ലോസ് ചെയ്തു. അപ്പോൾ ഇന്നത്തെ ചരിത്രം ഇതാണ്. അപ്പം ഇന്ന് എല്ലാവരും പ്രോഫിറ്റ് ഉണ്ടാക്കുന്നത് എനിക്കറിയാം. എല്ലാവരും സ്ക്രീൻഷോട്ടൊക്കെ അയച്ചു തന്നു, എല്ലാവരും പോൾ ചെയ്തു, നല്ല രീതിയിൽ എല്ലാവർക്കും പ്രോഫിറ്റ് കിട്ടി. പക്ഷേ ഞാനൊരു കാര്യം പറയാം, ഇതിന് ഒരു മറുവശം കൂടെ ഉണ്ട്. ഇതിലൊരു മറുവശം കൂടെ ഉണ്ട്. അപ്പോൾ നമ്മുടെ വ്യൂ തെറ്റിപ്പോയി, ഏതെങ്കിലും കാരണവശാൽ തിരിച്ച് മാർക്കറ്റ് നമ്മൾ വിചാരിക്കുന്നതിന് ഓപ്പോസിറ്റ് സൈഡ് പോയാൽ നമ്മൾ എങ്ങനെ മാനേജ് ചെയ്യണം? സ്റ്റോപ്പ് ലോസ് കൊണ്ട് നമ്മളതിനെ മാനേജ് ചെയ്യണം. നമ്മുടെ എപ്പോഴും നമ്മളെ സ്റ്റോപ്പ് ലോസ് നഷ്ടം, നമ്മളെ നഷ്ടത്തെ എപ്പോഴും നമ്മൾ ലഘൂകരിക്കാൻ ശ്രമിക്കണം. മനസ്സിലായോ? നമ്മുടെ നഷ്ടത്തെ എപ്പോഴും നമ്മൾ ലഘൂകരിക്കാനാണ് ശ്രമിക്കേണ്ടത്. എങ്ങനെയാണ് ലഘൂകരിക്കുന്നത്? സപ്പോർട്ടിലോ റെസിസ്റ്റൻസിലോ നമ്മൾ ട്രേഡ് എടുക്കുക. അവിടെ അപ്പോൾ അതിന് തൊട്ട് താഴെ നമുക്ക് SL അല്ല മുകളിൽ നമുക്ക് SL വെക്കാൻ പറ്റും. വളരെ ചെറിയ സ്റ്റോപ്പ് ലോസ് ആയിരിക്കും. അടിച്ചെങ്കിൽ അടിച്ചു, 10 പോയിൻറ്റ് നഷ്ടമേ വരത്തുള്ളൂ അല്ലേ. അതോ നമുക്ക് കിട്ടുവാണെങ്കിലോ 10-ന് പകരം 30-40 പോയിൻറ്റ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അച്ചീവ് ചെയ്യാൻ പറ്റും. ആ ട്രേഡ് സക്സസ് ആയാൽ. ഫെയിലായി പോയി കഴിഞ്ഞാൽ 10 പോയിൻറ്റ് നഷ്ടം എടുത്തുള്ളൂ. സക്സസ് ആയാൽ 30, 40, 50, 60 പോയിൻറ്റ് നമുക്ക് കിട്ടാനുള്ള സാധ്യതയുണ്ട്. ഇങ്ങനെയാണ് നമ്മൾ ഒരു ട്രേഡിംഗ് ലൈഫ് സെറ്റപ്പ് ചെയ്യുന്നത്. ഓക്കെ, അപ്പം അത് മനസ്സിലാക്കുക. എപ്പോഴും നമ്മളെപ്പോഴും പോസിറ്റീവ് മാത്രം ചിന്തിച്ചാൽ പോരാ, എപ്പോഴും ഇതിൻ്റെ ഒരു മറുവശം കൂടെ ഉണ്ടെന്ന് ആരും ചിന്തിക്കണം. അപ്പം നാളെ ഞാനീ പറഞ്ഞ ഇതിനൊക്കെ എതിരെ പോയി കഴിഞ്ഞാൽ നാളെ നിങ്ങളെന്നെ പൊങ്കാലയിടും. കാരണം മലയാളികളുടെ സ്വഭാവം അങ്ങനെയാണ്. പൊങ്കാലയിടും എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവും ഇല്ല. അപ്പോൾ ഞാൻ എപ്പോഴും ഒരു ട്രേഡ് എടുക്കുമ്പോൾ അല്ലെങ്കിൽ ഒരു കാര്യം പറയുമ്പോൾ ഞാൻ എപ്പോഴും എല്ലാവരോടും പറഞ്ഞ കാര്യമാണ്, ഇതിന് മറുവശമുണ്ട്, ഒരു മറുവശം കൂടെ ഉണ്ട്. ആ കാര്യം നമ്മൾ ഒരിക്കലും വിസ്മരിക്കരുത് എന്ന് ഞാൻ എപ്പോഴും പറയാറുണ്ട്. ഓക്കെ, അപ്പോൾ ഞാൻ പറഞ്ഞങ്ങ് ബോറടിപ്പിക്കുന്നില്ല. അപ്പോൾ നാളെ നമുക്കിനി എന്താണ് എന്ന് നമുക്കൊന്ന് ചിന്തിച്ച് നോക്കാം. ഓക്കെ, നാളെ എന്താണ് സംഭവം? നാളെ മാർക്കറ്റ് നമ്മുടെ റേഞ്ചിനകത്തിലാണ് നിൽക്കുന്നത് ഇല്ലേ. മാർക്കറ്റ് അപ്പം ഏകദേശം 22,963 റേഞ്ച്, 960-63 റേഞ്ചിലാണ് മാർക്കറ്റ് നിൽക്കുന്നത്. കറക്റ്റായിട്ട് നോക്കിക്കഴിഞ്ഞാൽ 959, 960 960 മാർക്കറ്റ്. അതായത് ഏകദേശം ഈ ലൈനിൽ തന്നെയാണ് മാർക്കറ്റ് നിൽക്കുന്നത്. അപ്പം ഇനിയും എന്താണ് സംഭവിക്കുന്നത് നമുക്ക് നോക്കാം. ഇനി എന്താ സംഭവിക്കുന്നത് നോക്കിക്കഴിഞ്ഞാൽ ഈ ലൈൻ ഈ ട്രെൻഡ് ലൈൻ ഇവിടെ തന്നെ നിന്നോട്ട്. ചിലപ്പോൾ ഒരു പക്ഷേ നമുക്ക് ഈ ട്രെൻഡ് ലൈൻ കൊണ്ട് നാളെ നമുക്കൊരു ഉപകാരം വരാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ നമ്മുടെ സപ്പോർട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ് നമ്മുടെ റേഞ്ച്. നമ്മുടെ റേഞ്ച് ഇതാണ്. ഓക്കെ, ഇതും മോളോട്ട് പോയി നോക്കിക്കഴിഞ്ഞാൽ മോളോട്ട് നമുക്ക് ഈ ലൈൻ കളയാൻ പറ്റത്തില്ല. ഈ ലൈൻ ഇമ്പോർട്ടൻ്റ് ലൈനാണ്. ഇത് നമ്മുടെ താഴത്തോട്ടുള്ള റേഞ്ചാണ്. അതിനെ ബ്ലൂ ആക്കിയേക്കാം. ഓക്കെ, താഴത്തോട്ടുള്ള റേഞ്ചാണ്. ഇവനെ റെഡ് ആക്കാം. മുകളോട്ട് എന്ന് പറയാൻ എനിക്ക് ഇവിടുന്ന് 22,963 പിന്നെ 23,079. ഓക്കെ, ഇതിങ്ങനെ തന്നെ നോട്ടെ. ഈ ലൈൻ തന്നെ നമ്മുടെ റേഞ്ചാക്കി നമുക്ക് ഉറപ്പിക്കാം. ഓക്കെ, ഇച്ചിരി വലിയ റേഞ്ചാണ്. അപ്പോൾ മാർക്കറ്റ് ഇപ്പോൾ ഇവിടെ 2 സംഭവങ്ങളാണ് എനിക്ക് പറയാനുള്ളത്. ഓക്കെ, ഇതിപ്പോൾ നിങ്ങൾ ആദ്യമായിട്ട് അടുത്തൊരു കാര്യം ഞാൻ പറയാൻ പോകുന്നത് നിങ്ങൾ ആദ്യമായിട്ട് കേൾക്കുമായിരിക്കും. ഇങ്ങനെയൊക്കെ മാർക്കറ്റിൽ ഓരോരോ അവസരങ്ങൾ വരുമ്പോഴെല്ലാം പറയാൻ പറ്റത്തുള്ളൂ. ഓക്കെ, ഇവിടെ എന്താ സംഭവിക്കുന്നറിയാമോ? ഇവിടെ ഞാൻ ഒരു കാര്യം കാണിച്ചു തരാം. ഇവിടെ ഇപ്പോൾ മാർക്കറ്റ് ഇവിടെയാണ് ക്ലോസ് ചെയ്തേക്കുന്നത്. ഓക്കെ, ഈ ഗ്യാപ്പ് ഡൗൺ ആണ്. ഒരു 10-20 പോയിൻറ്റ് ഗ്യാപ്പ് ഡൗൺ ആണ് ഓപ്പൺ ചെയ്യുന്നതെങ്കിൽ ഇത് രണ്ടുമായിരിക്കും റേഞ്ച്. ഓക്കെ, പറഞ്ഞ മനസ്സിലായോ? ഗ്യാപ്പ് ഡൗണിലാണ് ഓപ്പൺ ചെയ്യുന്നതെങ്കിൽ ഇത് രണ്ടുമായിരിക്കും റേഞ്ച്. ഈ 2 റേഞ്ച് കണക്കാക്കി വേണം നിങ്ങൾ ട്രേഡ് പ്ലാൻ ചെയ്യാൻ. എങ്ങനെ? ഇങ്ങനെയോ
അല്ലെങ്കിൽ ഇവിടുന്ന് ഇങ്ങനെ. ഇനി മാർക്കറ്റ് ഇവിടെയാണ് ഓപ്പൺ ചെയ്യുന്നതെങ്കിൽ, ഓക്കെ, ഇത് മൾട്ടി ക്വസ്റ്റ്യനാണ്, അതായത് മൾട്ടി പർപ്പസ് ക്വസ്റ്റ്യൻ കണ്ടിട്ടില്ലേ എന്ന് പറഞ്ഞ പോലെ, മൾട്ടി പർപ്പസ് ആട്ടയാണ്. മൾട്ടി ചോയ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞ പോലെ ഇതിനിടയിലാണ് മാർക്കറ്റ് ഓപ്പൺ ചെയ്യുന്നതെങ്കിൽ എങ്ങോട്ട് പ്രൈസ് ആക്ഷൻ നോക്കുക, ഓക്കെ. അല്ല, ഇതിനിടയിലാണ് മാർക്കറ്റ് ഓപ്പൺ ചെയ്യുന്നതെങ്കിൽ ഇവിടുന്ന് ഇങ്ങനെ പോവുമോ ഇവിടുന്ന് ഇങ്ങനെ പോവുമോ നോക്കുക, ഓക്കെ. ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനൊരു വകുപ്പ് പറയുന്നത്, പക്ഷേ ഇപ്പോഴത്തെ സെറ്റപ്പ് അനുസരിച്ച് നമുക്ക് ഇങ്ങനെ പറയാൻ പറ്റത്തുള്ളൂ, ഓക്കെ. ഇപ്പോൾ കാര്യം മനസ്സിലായല്ലോ. ഇവിടെ ഓപ്പൺ ചെയ്യുവാണെന്നുണ്ടെങ്കിൽ, ഗ്യാപ്പ് അപ്പിൽ ഓപ്പൺ ചെയ്യുവാണെന്നുണ്ടെങ്കിൽ എങ്ങോട്ട് ബ്രേക്ക് ചെയ്യുന്നത് നോക്കുക, ഓക്കെ. അല്ല, ഇവിടെയാണ് ഓപ്പൺ ചെയ്യുന്നതെങ്കിൽ, താഴോട്ട് ഗ്യാപ്പ് ഡൗൺ ഓപ്പൺ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇവിടുത്തെ പ്രൈസ് ആക്ഷൻ നോക്കുക, ഓക്കെ. മനസ്സിലായല്ലേ പറഞ്ഞേ? ക്ലിയർ ആണല്ലോ? ഓക്കെ. ഇത് ആദ്യമായിട്ടാണ് ഇങ്ങനെ സെറ്റപ്പ് ഞാൻ കൊടുക്കുന്നത്, ഓക്കെ. നമുക്ക് അങ്ങനെ അവിടെ പറ്റത്തുള്ളൂ. ബാക്കി കാര്യങ്ങളെല്ലാം അവിടെ തന്നെ ഉണ്ട്, നോക്കിക്കേ. സെറ്റപ്പ് എല്ലാം ഇവിടെ തന്നെ ഉണ്ട്. ബാക്കി ഇതിങ്ങനെ കിടന്നോട്ടെ. ഇതിങ്ങനെ കിടന്ന് കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് ഇനി കൺഫ്യൂഷനാണ്, വേണ്ട, കളഞ്ഞേക്കാം, ഓക്കെ. ഇത് അടുത്തത് ഫസ്റ്റ് ടാർഗറ്റ് ചെയ്ത്, സെക്കൻഡ് ടാർഗറ്റ് ചെയ്ത്, മൂന്നാമത്തെ ടാർഗറ്റുകൾ ഒക്കെ അവിടെ കിടപ്പുണ്ട് അല്ലേ? നമ്മുടെ വരച്ചിട്ടില്ലേ? വരയ്ക്കണമല്ലോ, നാളത്തേക്ക് വരയ്ക്കണം, നാളത്തേക്ക് നിർബന്ധമായിട്ടും വരയ്ക്കണം. 45 മിനിറ്റിലോട്ട് പോയേക്കാം. നാളത്തേക്ക് നിർബന്ധമായിട്ടും വരയ്ക്കണം. നാളത്തേക്ക് നിർബന്ധമായിട്ട് വരയ്ക്കാനുള്ള അടുത്ത പോയിന്റ് എന്ന് പറഞ്ഞാൽ ഇതാ, ഒന്നും നോക്കാനില്ല, ഒന്ന് കറക്റ്റ് ചെയ്തോട്ടെ, ഓക്കെ. ഒന്നും നോക്കാനില്ല, അത് തന്നെ, ഓക്കെ. അടുത്ത പോയിൻ്റ് നമുക്ക് ഇവിടെ ഉണ്ട്. ഇത് അടുത്ത പോയിൻ്റ് നമുക്ക് വേണ്ടി ഈവനെ കണക്കാക്കാം. ഈ പോയിൻ്റ് ഇതാണ് ഒന്നുകൂടെ നല്ല പോയിൻ്റ്, ഓക്കെ. അപ്പോൾ 23, 234, 389, 569. ഓ, എനിക്ക് വയ്യ, നാളെ തകർക്കുമായിരിക്കും അല്ലേ? എന്തുവാന്ന് കണ്ടറിയാം നാളെ, ഓക്കെ. അടുത്ത മുകളിലോട്ട് പോയാൽ ഒരു അന്യായ പോക്കായിരിക്കും മുകളിലോട്ട് പോയാൽ, ഓക്കെ. മനസ്സിലായല്ലോ? അപ്പോൾ ഇവിടെ കിടപ്പുണ്ട് നമ്മുടെ സംഭവങ്ങളെല്ലാം, നീക്കിയിട്ടേക്കാം. ഓക്കെ. താഴോട്ട് നമുക്ക് ഇവിടെ ഇങ്ങനെ ഉണ്ട്, താഴോട്ട് നമുക്ക് ഇവിടെ നിന്ന് ഇങ്ങോട്ട്, ഇത് അടുത്തൊരു സപ്പോർട്ടാണ്, ഇവിടെ നിന്ന് ഇങ്ങോട്ട്. കാരണം ഒരു പുതിയ ലോ നമുക്ക് കിട്ടിയതാണ്. അടുത്തത് മൂന്നാമത്തേത് ഇവിടെ നിന്ന് ഇങ്ങോട്ട്, നാലാമത്തേത് ഇവിടെ കിടപ്പുണ്ട്. 22,500 ഉള്ള വകുപ്പ് ഇവിടെ കിടപ്പുണ്ട്. ഇത്രയേ ഉള്ളൂ നാളത്തേക്കുള്ളത്, ഓക്കെ. അപ്പോൾ നാളെ നമുക്ക് ഇച്ചിരി വൈഡ് റേഞ്ചാണ്. നമ്മൾ മാർക്കറ്റിൻ്റെ സെൻറ്റിമെൻറ്റ്സ് അനുസരിച്ച് വേണം നമ്മൾ ചെയ്യാൻ. ഫ്ലാറ്റ് ഓപ്പണിംഗ് ആണ്, ഫ്ലാറ്റിൻ്റെ കാര്യം പറഞ്ഞില്ല. ഫ്ലാറ്റ് ഓപ്പണിംഗ് ആണെന്നുണ്ടെങ്കിൽ മാർക്കറ്റ് ഈ ട്രെൻഡ് ലൈൻ സപ്പോർട്ട് ചെയ്ത് നോക്കുക. ഇങ്ങനെ ഈ മാർക്കറ്റ് ഫ്ലാറ്റ് ഓപ്പണിംഗ് ആണ്, ആ കാര്യം പറയാൻ മറന്നുപോയി, ഓക്കെ. ഫ്ലാറ്റ് ഓപ്പൺ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ മാർക്കറ്റ് എങ്ങോട്ടാണ് പ്രൈസ് ആക്ഷൻ നോക്കുക? ഈ ട്രെൻഡ് ലൈനിൽ വന്ന് തിരിച്ച് പോകുന്നു, ഇങ്ങനെ നോക്കണം. ഇല്ല 5 മിനിറ്റ് അല്ല 15 മിനിറ്റ്, ഒന്നുകിൽ ഒരു 5 മിനിറ്റിന് നല്ല ബുള്ളിഷ് മർബോസ് ക്യാൻഡിൽ 5 മിനിറ്റിൻ്റെ വീഴണം. ഇല്ലെങ്കിൽ നമ്മളൊരു 15 മിനിറ്റ് കൂടെ വെയിറ്റ് ചെയ്യണം, ഓക്കെ. പ്രൈസ് ആക്ഷന് വേണ്ടി നമ്മളൊരു 15 മിനിറ്റ് വെയിറ്റ് ചെയ്യണം. എങ്ങോട്ടാണ് മാർക്കറ്റ് ഇപ്പോൾ 5 കൂടെ പോകുന്നു, അടുത്ത 5 ഇങ്ങനെ വീഴുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അടുത്തൊരു ട്രേഡ് ഇങ്ങനെ 15 മിനിറ്റ് പോവുകയാണെങ്കിൽ മാർക്കറ്റ് ഒന്ന് താഴോട്ട് കുനിയാൻ വേണ്ടി വെയിറ്റ് ചെയ്യണം, ഒന്ന് ബെൻഡ് ആകാൻ വേണ്ടി നമ്മളൊന്ന് വെയിറ്റ് ചെയ്യണം. എന്നിട്ട് ആ ബെൻഡിൽ നമ്മൾ ട്രേഡ് എടുക്കാവും, മനസ്സിലായി? അല്ല ചുമ്മാ ചാടിക്കറി എടുക്കല്ലേ, അല്ല ചെറിയ ക്യാൻഡിലുകൾ, ഇങ്ങനെ വിക്കുള്ള ക്യാൻഡിലുകൾ വീഴുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് പ്രൈസ് ആക്ഷൻ നോക്കിയിട്ട് ഇവിടെ താഴെ അസലിട്ടോ അല്ല നമുക്ക് ഇവിടെ മേലോട്ട് ട്രേഡ് നോക്കാം. അന്നേരത്തെ സാഹചര്യം പോലെ നമുക്കെന്ന് വെച്ചാൽ പരിപാടി നടത്താം, ഓക്കെ. ജസ്റ്റ് ഞാൻ നിങ്ങളുടെ അറിവിലേക്ക് വേണ്ടി പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ, ഓക്കെ. അപ്പോൾ നാളെ എല്ലാവർക്കും ഒരു പ്രോഫിറ്റബിൾ ഡേ ആശംസിക്കുന്നു. ഇങ്ങനെ തന്നെ മുന്നോട്ട് പോവുക, ഇന്ന് പോയതുപോലെ, കഴിഞ്ഞ ദിവസങ്ങളിൽ പോയ പോലെ തന്നെ നമ്മൾ മുന്നോട്ട് പോകാൻ ശ്രമിക്കുക. കാരണം ന്യായം എന്നൊരു തരംഗം നമുക്കുണ്ടാക്കണം. ന്യായം വന്നൊരു തരംഗം മാറ്റം നമ്മളിൽ നിന്നാണ് തുടങ്ങാൻ. അങ്ങനെ നമ്മൾ ഓരോരുത്തരും വിചാരിച്ചു കഴിഞ്ഞാൽ അത് മറ്റുള്ളവരിലേക്കൂടെ എന്ത് ചെയ്യും? ഇത് പകർന്ന് പോകും. അതുകൊണ്ട് മാറ്റം അനിവാര്യമാണ്, അത് നമ്മളിൽ നിന്ന് തുടങ്ങണം. അങ്ങനെ നമുക്കൊരു ന്യായത്തിൻ്റെ തരംഗം ഉണ്ടാക്കാം, ഓക്കെ. താങ്ക് യു ഓൾ.